എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ എപ്പോഴും ഓവനിലാണല്ലോ ബ്രെഡ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുഴയ്ക്കുകയോ ഒന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടേസ്റ്റി ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം, ഇളം ചൂടുള്ള പാൽ. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അതൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ അലിയുന്നത് വരെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് 10 മിനിറ്റ് അടച്ച് മാറ്റി വയ്ക്കാം. നമുക്ക് ഫ്ലോർ എടുക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാരയൊക്കെ എല്ലായിടത്തും എത്തുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒരു 3 പിഞ്ച് ഉപ്പ് ഇട്ടോ, അത് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസ്റ്റും പാലും കൂടെ പൊങ്ങാൻ വെച്ചിരുന്നല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ബ്രെഡിന് നല്ല സോഫ്റ്റ് കിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് ഈ വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നത്. എല്ലാവരും നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് പാല് പോരാ, ഒരു കൺസിസ്റ്റൻസി ആയില്ല. അപ്പോൾ ഒരു 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 1/2 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ബ്രെഡ് വേവിക്കാനുള്ള കൺസിസ്റ്റൻസി ആവുള്ളൂ. അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത്. നമ്മൾ ഒരു സ്റ്റിക്കി ആയിട്ട് ഒരു നല്ല ലൂസ് പരുവത്തിലാണ് വേണ്ടത്. ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കേട്ടോ, 2 മണിക്കൂർ അതൊന്ന് പൊങ്ങാൻ വിടാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് തുറന്ന് നോക്കാം. നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ഒരു ഭംഗിക്കും അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എല്ലായിടത്തും എത്തുന്നത് പോലെ ഒന്ന് പതുക്കെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവും. നമുക്കൊരു കേക്കിൻ്റെ മോൾഡ് എടുക്കാം. അതിലേക്ക് ഓയിൽ തടവിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം, ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് 15 മിനിറ്റ് ഒന്നുകൂടെ പൊങ്ങാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസൻസും ടൂട്ടി ഫ്രൂട്ടിയും ഒക്കെ ഇട്ട് ഒന്ന് അലങ്കരിച്ചെടുക്കാം. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോഴേ ഇതൊക്കെ ഇട്ടാൽ വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു നേരത്തെ തന്നെ. അതൊന്ന് ഈ നമ്മുടെ ബാറ്റർ ഇറക്കി വെച്ചിട്ട് ഒരു 45 മിനിറ്റ് കേട്ടോ, 45 മിനിറ്റ് ആയി എനിക്ക് വെന്ത് വരാനായിട്ട്. 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റിപ്പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അത് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ അത് വെന്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കത്തിയും കൊണ്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ. കാണുമ്പോൾ തന്നെ അറിയാം നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെന്ന്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് തിരിച്ചിടുമ്പോൾ എത്ര നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് എടുത്ത് കാണിക്കാം കേട്ടോ. നല്ല ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ബ്രെഡിലേക്ക് ഇങ്ങനെ നല്ല ഹോള് പോലെ ആയിട്ടുണ്ടാവില്ലേ, നല്ല സോഫ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റിന് മാറ്റങ്ങളൊന്നുമില്ല. ആ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒരു മെനക്കേടും ഇല്ലല്ലോ. പെട്ടെന്ന് കുഴച്ചെടുക്കാം. സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട. ഇഡ്ഡലി പാത്രം എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.